ഹലോ എവ്രിവൺ. സോ LSGS മെയിൻസിന്റെ ഭാഗമായിട്ട് റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഡയമെൻഷൻസ്, ഫോക്കസ്, അതുപോലെ തന്നെ ബേസിക് എലമെന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പോറാഡിക് അപ്രോച്ചസിനെ പറ്റിയാണ്. അതായത് ബിഫോർ ഇൻഡിപെൻഡൻസ്, അതായത് 1948 മുമ്പുള്ള സമയത്ത് ആളുകള് പ്രൊമിനന്റ് ലീഡേഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തിയ പ്രോഗ്രാംസിനെ പറ്റിയാണ് സ്പോറാഡിക് അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മൾട്ടി പർപ്പസ് അപ്രോച്ചസ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സ്പോറാഡിക് അപ്രോച്ചസിന് കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതായത് അതിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ, ഇയേഴ്സ് തമ്മിൽ ഒട്ടും യൂണിഫോമിറ്റി ഉണ്ടായില്ല. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് കുറവായിരുന്നു, അൺഈവൻ ആയിരുന്നു. അങ്ങനെ കുറെ ഡ്രോബാക്സ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആഫ്റ്റർ 1948 ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണിത്. അതിൽ ഫസ്റ്റ് ഹെഡിങ്ങിൽ വരുന്നത് മൾട്ടി പർപ്പസ് അപ്രോച്ചസ് ആണ്. മൾട്ടി പർപ്പസ് അപ്രോച്ചസ് ഫ്രം 1952 ടു 1959 വരെയായിരുന്നു മൾട്ടി പർപ്പസ് അപ്രോച്ചസിന്റെ ടൈം ഉണ്ടായിരുന്നത്. ആ അത്രയും ഇയറിന്റെ ഉള്ളിലാണ് മൾട്ടി പർപ്പസ് അപ്രോച്ചസ് അതിന്റെ കീഴിൽ കുറച്ച് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കിയത്. Approach to rural development in independent India started with a multi-purpose approach in the year 1952. This was in the form of Community Development Program of 1952. In order to develop the rural areas, all the 5 years plans also gave due importance to rural development. നമ്മൾ പറഞ്ഞു മൾട്ടിപർപ്പസ് അപ്രോച്ചസിൽ വരുന്ന കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൾട്ടിപർപ്പസ് അപ്രോച്ച് സ്റ്റാർട്ട് ആയത് ഏത് ഇയറിലാണ്? 1952 മുതലാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. 1952 മുതലാണ് മൾട്ടിപർപ്പസ് അപ്രോച്ച് സ്റ്റാർട്ട് ആയത്. അത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് മൾട്ടിപർപ്പസ് അപ്രോച്ചസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മൾട്ടിപർപ്പസ് അപ്രോച്ചസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രോഗ്രാമാണ് 5 ഇയർ പ്ലാൻ എന്നുള്ളത്. 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ 5 ഇയറിലേക്കും വേണ്ട കാര്യങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കും. അടുത്ത 5 വർഷം ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം, ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണം, അങ്ങനെ ഒരു മുൻകൂർ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് പ്രോഗ്രാംസ് ചെയ്ത് വെക്കുന്നതാണ് 5 ഇയർ. അതിനാണ് ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മൾട്ടിപർപ്പസ് അപ്രോച്ചസിൽ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 5 ഇയർ പ്ലാൻസ് ആണ്. 5 ഇയർ പ്ലാൻസ്, അതായത് FIPs ആർ സെൻട്രലൈസ്ഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് നാഷണൽ എക്കണോമിക് പ്രോഗ്രാംസ്. അപ്പോൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി. ഓരോ 5 ഇയറിലേക്കും വേണ്ട കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു വെക്കുക, ഓൾറെഡി ഐഡിയാസ് ഉണ്ടാക്കുക, തീരുമാനിച്ചു വെക്കുക എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതാണ് 5 ഇയർ പ്ലാൻ. അത് എന്താണ്? സെൻട്രലൈസ്ഡും അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡും ആണ്. വളരെ ഐഡിയപരമായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമാണ്. ഇത് നാഷണൽ എക്കണോമിക് പ്രോഗ്രാം ആണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങിയ ഒരു പ്രോഗ്രാം അല്ല, നാഷണലി പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് 5 ഇയർ പ്ലാൻസ്. ഇന്ത്യസ് ഫസ്റ്റ് 5IP ഹാസ് ലോഞ്ച്ഡ് ഇൻ 1951. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്തത് 1951 പ്രത്യേകം നോട്ട് ചെയ്യാൻ. 1951 ഇന്ത്യയുടെ ആദ്യത്തെ 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്തത്. Immediately after independence by Prime Minister Jawaharlal Nehru, it is a national government program for planned, coordinated and cumulative economic and social development over a period of 5 years. 5 year plans are developed, executed and monitored by the Planning Commission. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം അതിനുടനെ തന്നെ പ്രൈം മിനിസ്റ്റർ ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് 5 ഇയർ പ്ലാൻ. 1951 അത് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു നാഷണൽ ഗവൺമെന്റ് പ്രോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നാഷണൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ, ഒരു 5 ഇയറിലേക്ക് വേണ്ട ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാന്ന് പ്ലാൻ ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്യുന്ന
ആ പ്രോസസ്സാണ് 5 ഇയർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 5 ഇയർ പ്ലാൻസ് ആരാണ് ഡെവലപ്പ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും പ്ലാനിംഗ് കമ്മീഷൻ ഓരോ 5 ഇയർ പ്ലാൻസും ഡെവലപ്പ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതും പ്ലാനിംഗ് കമ്മീഷൻ ആണ്. In 1st January 2015, Planning Commission was replaced by Niti Aayog. In 1st January 2015, Planning Commission was replaced by Niti Aayog, National Institution for Transforming India Aayog. It is a policy think tank of Government of India, aims to involve the states in economic policy making in India. The Prime Minister heads the Aayog as its chairperson. അപ്പോൾ January 1st 2015 ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കാം. January 1st 2015 ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്തായി, നീതി ആയോഗ് എന്ന പേരിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ നീതി ആയോഗിന്റെ ലോഞ്ചിങ്, ഈ നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായത് January 1st 2015 ആണ്. അതെന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, അതാണ് അതിന്റെ എക്സ്പാൻഷൻ. അതെന്താണ്, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു പോളിസിയാണ്. എല്ലാ സ്റ്റേറ്റ്സിനെയും ഇക്കണോമിക് പോളിസി മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പോളിസിയാണ് നീതി ആയോഗ് എന്നുള്ളത്. ഈ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ്. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓരോ 5 ഇയർ പ്ലാൻസും എന്ന് മുതൽ എന്ന് വരെയാണെന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 12 5 ഇയർ പ്ലാൻ വരെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു 5 വർഷം കൂടുമ്പോഴും 1951 തുടങ്ങി ഇപ്പോൾ 2000 ഇത് കൊടുത്തിരിക്കുന്നത് 2070 വരെയുള്ള 5 ഇയർ പ്ലാൻസിന്റെ ലിസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു മൾട്ടിപർപ്പസ് അപ്രോച്ചസിൽ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഒന്നാണ് എന്റെ 5 ഇയർ പ്ലാൻസ്. സെക്കൻഡ് പ്രോഗ്രാം ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. According to Planning Commission, community development is a social and economic transformation of village life through the efforts of people themselves. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വില്ലേജിലെ ആളുകൾ സ്വയം എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുക. ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ആയാലും സോഷ്യലി അവർക്ക് മാറാനായാലും അവർക്ക് വേണ്ട ഡെവലപ്മെന്റ്സിന് വേണ്ടി അവര് സ്വയം എഫേർട്ട് എടുക്കുന്നതിനെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്. The Community Development Program was launched on 2nd October 1952 with 55 community development projects. അപ്പോൾ ഡേറ്റ് നോട്ട് ചെയ്യാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് October 2nd ആണ്, 1952 1952 October 2nd കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച് ആയത്. 1952 October 2nd തുടങ്ങിയപ്പോ എത്ര കമ്മ്യൂണിറ്റി 55 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, 55 കമ്മ്യൂണിറ്റി പ്രൊജക്ട്സ് ആണ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. The program aimed at building grassroots level democratic institutions and contribute to the material well-being of rural people without any changes in the existing political and economic order. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ എയിം എന്താന്ന് വെച്ചാൽ ഏറ്റവും ലോ ലെവലിൽ നിന്ന്, ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഏറ്റവും അണ്ടർ ലെവലിൽ നിന്ന് തന്നെ ഡെവലപ്മെന്റ് തുടങ്ങാനാണ്. എല്ലാ ഭാഗത്തും ഡെമോക്രാറ്റിക്കലി എല്ലാ രീതിയിലും ആളുകൾക്ക് വേണ്ട ചേഞ്ചസ് എക്കണോമിക് ഓർഡറിലായാലും പൊളിറ്റിക്കൽ ഓർഡറിലായാലും അത് ചെയ്തു കൊടുക്കാൻ എന്നുള്ളതായിരുന്നു ഈ പ്രോഗ്രാമിന്റെ എയിം. ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം വാസ് ദ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ. അപ്പോ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. ബേസിക്കലി ഒരു റൂറൽ ഏരിയ ഡെവലപ്പ് ആകുമ്പോൾ അവിടുത്തെ ആളുകളും അവരുടെ ലൈഫ് സ്റ്റൈലും ഡെവലപ്പ് ആകും. അതാണ് ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്, ഈ പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്.
Its broad objectives are economic development, social justice and democratic growth. ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ആണ് എന്ത്? ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ എന്നുള്ളത്. അതിന് വേറെയും ഒബ്ജക്റ്റീവ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച, അതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ആൻഡ് ഡെമോക്രാറ്റിക് ഗ്രോത്ത്, ജനാധിപത്യ വളർച്ച. ഇതൊക്കെ അതിന്റെ മറ്റ് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ കൂടിയും ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം വാസ് ദ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ. ആളുകളുടെ വികസനമാണ് ഇതിലെ മേജർ ഡെവലപ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. The project was headed by a project officer and a number of extension officers in the disciplines of agriculture, animal husbandry, cooperation, industries, rural engineering, etc. Each project had about 60 multi-purpose village level workers, one for every group of 5 to 10 villages. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൊജക്ട് ഓഫീസർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ടാവും. ഏതൊക്കെ മേഖലയിൽ? അഗ്രികൾച്ചറായാലും അനിമൽ ഹസ്ബൻഡറി, കോപ്പറേഷൻ, ഇൻഡസ്ട്രീസ്, റൂറൽ എഞ്ചിനീയറിംഗ്, ഈ മേഖലയിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ടാവും. അതുപോലെ ഓരോ പ്രൊജക്ടിന്റെ കീഴിലും 60 മൾട്ടി-പർപ്പസ് വില്ലേജ് ലെവൽ വർക്കേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പ്രൊജക്ട് ഓഫീസർ ആണ്. അതിന്റെ താഴെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് വരുന്നുണ്ട്. പിന്നെ വില്ലേജ് ലെവൽ വർക്കേഴ്സ് വരുന്നുണ്ട്. 5 to 10 വില്ലേജസിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത്. അതിന് ഓരോ വില്ലേജ് ലെവൽ വർക്കേഴ്സും ഉണ്ട്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മൾട്ടി-പർപ്പസ് അപ്രോച്ചസിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് 5 year പ്ലാൻ പറഞ്ഞു. സെക്കൻഡ് വൺ ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, NES. ഇതിന്റെ അബ്രിവേഷനും എക്സ്പാൻഷനും പഠിച്ചേക്കാം, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. The people in all community development programs respond enthusiastically, and the need for an expansion of the program to other parts of the country was urgently felt. Limited resources did not permit a rapid expansion of the program. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്താണ്? നല്ല രീതിയിൽ ഒരു ഗുഡ് റിസൾട്ട് ആണ് അതിന് കിട്ടിക്കൊണ്ടിരുന്നത്. ആളുകൾ അതിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ പ്രോഗ്രാം, ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടത്തണമെന്ന് തോന്നി. അതർ പാർട്സ് ഓഫ് ദ കൺട്രിയുടെ പല ഭാഗത്തേക്കും എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ എന്താണ്? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ റിസോഴ്സസ് കുറവായിരുന്നു. ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലിമിറ്റഡ് ഉള്ള കാരണം ഈ പ്രോഗ്രാമിന്റെ റാപ്പിഡ് എക്സ്പാൻഷൻ നടന്നില്ല. In 1953, the National Extension Service Program was launched with the idea of having a wider cost-effective coverage and ensuring wider participation. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളൂ. സോ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്. സോ അതിനു വേണ്ടി എല്ലാ ഭാഗത്തേക്കും പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്ത് ആളുകളുടെ എല്ലാവരുടെയും അറ്റൻഷനും എഫേർട്ടും ഡെവലപ്മെന്റും ഉറപ്പാക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ്റ്റൻഷന് വേണ്ടി ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ്. 1953 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് program was launched in 1953. Each NES block had about 100 villages. അപ്പൊ ഓരോ NES ബ്ലോക്കിനും ഏകദേശം ഒരു 100 വില്ലേജ് ഉണ്ടാവും. അതുപോലെ തന്നെ 65,000 പോപ്പുലേഷൻ ഉണ്ടാവും. അത്രയും ആളുകളുടെ പോപ്പുലേഷൻ ഉള്ള ഏകദേശം ഒരു 100 വില്ലേജസ് വെച്ചാണ് ഓരോ NES ബ്ലോക്കിലും വരുന്നത്. The NES blocks were headed by a block development officer, BDO. അപ്പൊ ഈ NES ബ്ലോക്സ് ഹെഡ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആണ്. പിന്നെ ഗ്രാമസേവക് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉള്ള ഒരാൾ കൂടി ഉണ്ടാവും. പിന്നീട് ലേറ്റർ ഗ്രാമസേവക് came to be known as extension officers. പിന്നീട് ഗ്രാമസേവക് എന്നുള്ള പേര് മാറി എന്തായി? എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് എന്നായി. അപ്പോൾ NES ബ്ലോക്ക് ഹെഡ് ചെയ്യുന്നത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആണ്. പിന്നെ ഗ്രാമസേവക് ഉണ്ട്. ഗ്രാമസേവക് പിന്നെ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. നമ്മളിപ്പോ 3 പ്രോഗ്രാംസ് പറഞ്ഞു. ഒന്ന് 5 year പ്ലാൻസ് പറഞ്ഞു, ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പറഞ്ഞു, പിന്നെ നാഷണൽ എക്സ്പാൻഷൻ സർവീസ് പറഞ്ഞു. ഇനി 4th വൺ ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബ്ലോക്ക്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം.
In 1954, the NES blocks which produced good results and where participation of people was very significant were converted to community development blocks. അപ്പൊ ഇതൊരു ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തതല്ല, കൺവേർഷൻ നടന്നതാണ്. 1954 NES ബ്ലോക്സിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. 1953 ലോഞ്ച് ആയ NES ബ്ലോക്സ്. NES ബ്ലോക്സ് എന്ത് ചെയ്തു? നല്ല റിസൾട്ട് തന്നു, ആളുകൾക്ക് നല്ല അക്സെപ്റ്റബിൾ ആയി, എല്ലാ ഭാഗത്തേക്കും വൈഡർ റീജിയണിലേക്കൊക്കെ പ്രോഗ്രാം എക്സ്പാൻഡ് ആയി. സോ ആ NES ബ്ലോക്സ് എന്ത് ചെയ്തു? കൺവേർട്ട് ആയതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബ്ലോക്സ്. 1954 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബ്ലോക്സ് കൺവേർട്ട് ആയിട്ട് വരുന്നത്. 1954 Community Development Block. A block office had a block development officer as the head and was assisted by extension officers in agriculture, animal husbandry, cooperation, industries, social education officer, rural engineering, sanitary inspector, etc. And normally 10 multi-purpose village level workers. ബ്ലോക്ക് ഓഫീസിന് എന്തുണ്ടാവും? ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഉണ്ടാവും ഹെഡ് ആയിട്ട്. പിന്നെ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, അനിമൽ ഹസ്ബൻഡറി എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ്, എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഇൻ സോഷ്യൽ എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ മേഖലയിലേക്കും എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അസിസ്റ്റന്റ് നിയമിച്ചിട്ടുണ്ട്. അതുപോലെ നോർമലി 10 മൾട്ടിപർപ്പസ് വില്ലേജ് ലെവൽ വർക്കേഴ്സ്. മൾട്ടിപർപ്പസ് വില്ലേജ് ലെവൽ വർക്കേഴ്സ് ഏകദേശം 10 ആളുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് 5 ഇയർ പ്ലാൻസിനെ പറ്റിയാണ്, ദെൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ പറ്റി, ദെൻ പറഞ്ഞത് നാഷണൽ എക്സ്പാൻഷൻ സർവീസിനെ പറ്റി, ദെൻ നാഷണൽ എക്സ്പാൻഷൻ സർവീസ് കൺവേർട്ട് ആയിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ബ്ലോക്ക് ആയതിനെ പറ്റിയാണ്. ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ദെൻ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് മെയിൻ ഹെഡിങ് മൾട്ടി പർപ്പസ് അപ്രോച്ചസ് ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെക്നോളജിക്കൽ പാക്കേജ് അപ്രോച്ചസ്. കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട്, കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ട്, ടെക്നോളജിക്കലി കുറച്ചുകൂടി പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത കുറച്ച് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ടെക്നോളജിക്കൽ പാക്കേജ് അപ്രോച്ചസ്, ദാറ്റ് ഈസ് ഫ്രം 1960 to 1966. 1960 മുതൽ 66 വരെ, അതായത് 6-7 വർഷം 7 years ആണ് ടെക്നോളജിക്കൽ പാക്കേജ് അപ്രോച്ചസിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ പാക്കേജ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് നമ്മൾ തന്നെ എല്ലാം എന്ത് ചെയ്യുക. അതിന്റെ എയിം അവിടെ പറഞ്ഞിട്ടുണ്ട്. Import of food grains and to make the country self-sufficient. For this, higher agricultural production methods were adopted. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ, ഈ അപ്രോച്ചിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഗ്രെയിൻസിന്റെ ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ കൺട്രിയിൽ തന്നെ ഇതെല്ലാം സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. അതിനു വേണ്ടിയാണ് ടെക്നോളജിക്കൽ പാക്കേജ് അപ്രോച്ചസ് ലോഞ്ച് ചെയ്തത്. ഫോർ ദിസ് ഹയർ, അപ്പൊ ഇതിനു വേണ്ടി എന്താണ്? ഹയർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. നമുക്ക് സാധാരണ ചെയ്തുകൊണ്ടിരുന്ന അഗ്രികൾച്ചർ മെത്തേഡ്സ് ഇതിനെന്തായാലും പറ്റില്ല, കാരണം ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ഫുഡ് ഗ്രെയിൻസിന്റെ. എന്നിട്ട് നമ്മുടെ കൺട്രി എന്താണ്? സെൽഫ് സഫീഷ്യന്റ് ആക്കാൻ വേണ്ടിയാണ് ഫുഡ് നടക്കുന്നത്. അപ്പോ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന അഗ്രികൾച്ചർ മെത്തേഡ്സിന് ഡിഫറെന്റ് ആയിട്ട് ഹയർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള ഐഡിയാസ്, അതിനുള്ള ഹൈ ലെവൽ ടെക്നോളജീസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ലോഞ്ച് ചെയ്ത പ്രോഗ്രാംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, IADP. The Intensive Agriculture District Program, popularly known as Package Program, was launched in 1916 selected districts. അപ്പോൾ ഈ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പോപ്പുലർ ആയിട്ട് എന്താണ് അറിയപ്പെടുന്നത്? പാക്കേജ് പ്രോഗ്രാം. പോപ്പുലർ ആയിട്ട് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അറിയപ്പെടുന്നത് പാക്കേജ് പ്രോഗ്രാം എന്നാണ്. അത് ലോഞ്ച് ആയത് 1916 1960 ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ലോഞ്ച് ആയത്. അതൊരു സിലക്റ്റഡ് ആയിട്ടുള്ള 15 ഡിസ്ട്രിക്ട്സിലാണ് ആദ്യം ലോഞ്ച് ആയത്. The major objectives of IADP was to achieve rapid increase in agricultural output through better access to technical, financial, extension and administrative resources.
അപ്പോ ഈ IADP ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ചെയ്യുക, ഒരു റാപ്പിഡ് ഇൻക്രീസ്, ഒരു ഉയർച്ച ഉണ്ടാക്കുക. എങ്ങനെ? ത്രൂ ബെറ്റർ ആക്സസ് ടു ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, എക്സ്റ്റൻഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിസോഴ്സസ്. നമുക്ക് സാധ്യമാകുന്ന എല്ലാ രീതിയിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഒരു ബെറ്റർ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു IADPയുടെ മേജർ ഒബ്ജക്റ്റീവ്. Technical components included in this program were irrigation, dry farming, and land reclamation, supply of fertilizers, seed multiplication and distribution, plant protection, better plows and improved agricultural implements, and adoption of scientific agriculture practice. About technical components ഉദ്ദേശിച്ചാൽ കുറച്ചുകൂടി ഹൈ ലെവൽ മെത്തേഡ്സ്, അഗ്രികൾച്ചറിന്റെ കുറച്ചുകൂടി ഹൈ ലെവൽ മെത്തേഡ്സ് ഒക്കെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് ഇറിഗേഷൻ, ഡ്രൈ ഫാമിംഗ്, ലാൻഡ് റിക്ലമേഷൻ, ഫെർട്ടിലൈസേഴ്സിന്റെ സപ്ലൈ, സീഡ് മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ടെക്നിക്കലി നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ആയ ഒരു പ്രോഗ്രാമാണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നുള്ളത്. അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഫുഡ് ഗ്രെയിൻസിന്റെ ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കൺട്രി സെൽഫ് സഫീഷ്യന്റ് ആക്കാൻ വേണ്ടി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ട ഹൈ വെറൈറ്റി ഓഫ് സീഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് അഗ്രികൾച്ചർ മെത്തേഡ്സ്, പല രീതിയിലുള്ള ഫാമിങ്, പല രീതിയിലുള്ള ടൂൾസ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അടുത്തതാണ് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, IAAP. നേരത്തെ പറഞ്ഞത് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ആയിരുന്നു, ഇത് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം ആണ്. The spectacular outcome of IAAP prompted the government to think of extending the benefits of improved technology in agriculture over a large area spread across the country at less cost and with reduced staff strength. This resulted in the launching of IAAP in March 1964. This was similar to less intensive extension program in comparison to that of IADP. ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഇങ്ങനെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തപ്പോ നല്ല ഇംപ്രസീവ് ആയി. അപ്പോ നല്ല ഒരു ഇംപ്രൂവ് ആയ ടെക്നോളജിയുടെ ഉപയോഗം നമുക്ക് എത്രമാത്രം ഉപയോഗപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ ഇത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള ഇംപ്രൂവ്ഡ് ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ, ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് IAAP എന്ന് പറഞ്ഞ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. അതുപോലെ എന്താണ്, കുറഞ്ഞ ചിലവില് കുറഞ്ഞ സ്റ്റാഫ് സ്ട്രെങ്ത്തില് എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ ഇൻക്രീസ് ചെയ്യുക. പക്ഷെ സ്റ്റാഫ് സ്ട്രെങ്ത്തും കോസ്റ്റും കുറക്കാം. ആ ഒരു ഉദ്ദേശത്താണ് IAAP ലോഞ്ച് ആയത്. ആ ഒരു തോട്ടില് അല്ലെങ്കിൽ ആ ഒരു എയിം വെച്ച് ലോഞ്ച് ആയതാണ് IAAP. ഇതിലാണ് മാർച്ച് 1964 IAAP ലോഞ്ച് ആയത്. മാർച്ച് 1964 IAAP ലോഞ്ച് ആയത്. IADP അപേക്ഷിച്ച് ലെസ് ഇന്റൻസീവ് എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണ്, കുറഞ്ഞ ചെലവുള്ള ഒരു പ്രോഗ്രാമാണ് IAAP എന്നുള്ളത് IADPനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പൊ IAAP ലോഞ്ച് ആയത് 1964 ഓർത്ത് വയ്ക്കുക. അടുത്ത പ്രോഗ്രാമാണ് നമ്മള് ഡിസ്ട്രിക്ട് ലെവല്, ഏരിയ ലെവലൊക്കെ പ്രോഗ്രാംസ് കണ്ടു ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാവുന്ന പ്രോഗ്രാംസ് ആണ് ഈ താഴെ പറയുന്നത്. അത് ആ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആലോചിച്ചുണ്ടാക്കിയ പ്രോഗ്രാംസ് ആണ് ഈ ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം ഒക്കെ. ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം, അതായത് HYVP. As a result of IADP and IAAP, it was felt that there was an urgency in developing and evolving high yielding agricultural technologies. അപ്പോൾ IADPയും IAAPയും എന്ത് ചെയ്തു, നല്ല രീതിയിൽ വിജയിച്ചു, നല്ല റിസൾട്ട് കിട്ടി. എന്ത് തോന്നി, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം, കുറച്ചുകൂടി ഹൈ ഈൽഡിംഗ് അഗ്രികൾച്ചർ ടെക്നോളജീസ് ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് തോന്നിയതിന്റെ ഫലമായിട്ടാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. We import a number of high yielding wheat from Mexico and rice varieties from Philippines for experimentation. അപ്പോൾ കുറച്ച് ഹൈ ഈൽഡിംഗ് സീഡ്സ്, ഏതിന്റെയൊക്കെ, വീറ്റ്, മെക്സിക്കോയിൽ നിന്ന് വീറ്റും ഫിലിപ്പീൻസിൽ നിന്ന് റൈസിന്റെ വെറൈറ്റീസും ഇമ്പോർട്ട് ചെയ്തു.
Thereafter, Indian scientists developed high-yielding strains of maize, millets, and sorghum. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ സയന്റിസ്റ്റ് ഹൈ yielding വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തു. ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം വാസ് ലോഞ്ച് ഇൻ 1966. അപ്പൊ ഈ ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം ലോഞ്ച് ആയത് 1966 ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം ലോഞ്ച് ആയത്. 1966 ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം ലോഞ്ച് ആയത്. This helped India in attaining self-sufficiency and stop import of food grains. Okay, അപ്പൊ നമ്മുടെ എന്തായിരുന്നു മേജർ എയിം എന്തായിരുന്നു? ഫുഡ് ഗ്രെയിൻസിന്റെ ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കൺട്രി സെൽഫ് സഫീഷ്യന്റ് ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം 1966 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു? ഇന്ത്യയെ എന്തായി? സെൽഫ് സഫീഷ്യൻസി അറ്റൈൻ ചെയ്തു. അതുപോലെ ഫുഡ് ഗ്രെയിൻസ് stop ചെയ്തു. Technological development did not remain confined to the introduction of high-yielding crop varieties alone. These were combined with the application of high analysis, fertilization, irrigation, plant protection, improved implements, etc., which made a green revolution possible in the country. അപ്പോൾ എന്താ ഈ ഹൈ yielding ക്രോപ്പ് വെറൈറ്റിയിലേക്ക് മാത്രം ഒതുങ്ങിയതല്ല ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. എന്താണ് ഫെർട്ടിലൈസേഷൻ, എന്താണ് ഹൈ അനാലിസിസും പ്രൊട്ടക്ഷനും അതെല്ലാം കൂടി കൂടിയിട്ടാണ് എന്തുണ്ടായത്? നല്ലൊരു റിസൾട്ട് ഉണ്ടായത്. ആ റിസൾട്ടിനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം വഴി ബാലൻസ്ഡ് ഫെർട്ടിലൈസേഷനും ഇറിഗേഷനും പ്ലാന്റ് പ്രൊട്ടക്ഷനും ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്തു? കൺട്രി ഒരു ഗ്രീൻ റെവല്യൂഷൻ ആക്കി തീർക്കുമെന്ന് പറയുന്നത്. ഹരിത വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടാവും, ഗ്രീൻ റെവല്യൂഷൻ. അതായത് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായി, ഈ ഫാമിങ്ങിലും കൾട്ടിവേഷനിലൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടായെന്ന് പറയുന്നത്. However, the success was confined to irrigated areas and better of farmers. പക്ഷെ എന്താണ് ഇതിന്റെ സക്സസ്? ഇറിഗേറ്റഡ് ഏരിയസിലേക്കും ഫാമേഴ്സിലേക്കും ആയിരുന്നു കൺഫൈൻ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ഗ്രീൻ റെവല്യൂഷൻ ഒരു നമുക്ക് സാധ്യമായെന്ന് പറഞ്ഞു. ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് പറയാം. In the 1960s, the Green Revolution allowed less developed countries such as India to overcome chronic food deficit. Basically, the revolution stands for production of more food and other agriculture products from less land. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ 1960s നടന്ന ഒരു സംഭവമാണ്. ഗ്രീൻ റെവല്യൂഷൻ മീൻസ് ലെസ് ഡെവലപ്ഡ് ആയ കൺട്രി, ഇന്ത്യ പോലത്തെ ലെസ് ഡെവലപ്ഡ് ആയ കൺട്രീനെ എന്ത് ചെയ്യാം? ഒരു ഭക്ഷണക്ഷാമം ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ ഓഫ് മോർ ഫുഡ് ആൻഡ് അതർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഫ്രം ലെസ് ലാൻഡ്, കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഫുഡ്, അതായിരുന്നു ഗ്രീൻ റെവല്യൂഷന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ. മോഡേണൈസേഷൻ is one of the main concept in Green Revolution. അപ്പോ ഗ്രീൻ റെവല്യൂഷന്റെ വൺ ഓഫ് മെയിൻ കോൺസെപ്റ്റ് എന്താണ്? മോഡേണൈസേഷൻ ആണ്. മോഡേണൈസേഷൻ is one of the main concept in the Green Revolution. High yielding varieties of seeds, modified farm equipment and substantially increasing chemical fertilizers. അതുപോലെ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഹൈ yielding varieties of സീഡും മോഡിഫൈഡ് ഫാം എക്യുപ്മെന്റ്സും, നവീകരിച്ച ടൂൾസ്, അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ റെവല്യൂഷൻ അറ്റൈൻ ചെയ്യാൻ. ദിസ് അലൗഡ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അത് എന്തിനു സഹായിച്ചു എന്നാണ് പറയുന്നത്? ഗ്രോത്തിനും സസ്റ്റൈനബിലിറ്റിക്കും സഹായിച്ചു. In the beginning of the Green Revolution, there was a large growth in Indian agriculture. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന്റെ ബിഗിനിങ്ങിൽ എന്താണ്? ലാർജ് ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറിന്. However, instability arose and Green Revolution was on a rapid decline. പക്ഷെ എന്ത് ചെയ്തു? ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഗ്രീൻ റെവല്യൂഷൻ എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തു. ഗ്രീൻ റെവല്യൂഷൻ താഴ്ന്നു പോന്നു. ഇൻ ദ എൻഡ് ഇറ്റ് കോസ് എ ഷോർട്ടേജ് ഓഫ് വാട്ടർ. ഇതിന്റെ അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വെള്ളത്തിന് ഷോർട്ടേജ് വന്നു. വെൻ വാട്ടർ ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് സർവൈവൽ ലൈഫ് സീംസ് ഡിഫിക്കൽട്ട്. വാട്ടറിന് ഷോർട്ടേജ് വന്നപ്പോ സർവൈവല് ബുദ്ധിമുട്ടായി. അങ്ങനെ ഗ്രീൻ റെവല്യൂഷൻ എന്ത് ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ 1960s ഗ്രീൻ റെവല്യൂഷൻ ഉള്ളത്. Green Revolution allowed less developed countries such as India to overcome chronic food deficits. ഭക്ഷ്യക്ഷാമത്തെ എന്ത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്താണ് റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷന്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് മോർ ഫുഡ് ഫ്രം ആൻഡ് അതർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഫ്രം ലെസ് ലാൻഡ്. ഏരിയന്ന് കൂടുതൽ ഫുഡ്, അതാണ് ഗ്രീൻ റെവല്യൂഷന്റെ മെയിൻ മോട്ടീവ്. പിന്നെ മോഡേണൈസേഷൻ ആണ് ഗ്രീൻ റെവല്യൂഷന്റെ മെയിൻ എന്തായിട്ട് വരുന്നത്?
ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് ടെക്നോളജിക്കൽ പാക്കേജ് അപ്രോച്ചസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ആണ്. അത് ലോഞ്ച് ആയത് 1960-ലാണ്. ദെൻ അടുത്തത് വരുന്നത് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ആണ്. അത് ലോഞ്ച് ആയത് മാർച്ച് 1964-ലാണ്. ദെൻ തേർഡ് വൺ ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം ആണ്. അത് ലോഞ്ച് ആയത് 1966-ലാണ്. ഈ ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാമിന്റെ ഒക്കെ റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടായതാണ് ഗ്രീൻ റെവല്യൂഷൻ. 1960s-ലാണ് അത് ഉണ്ടായത്. പക്ഷെ ഗ്രീൻ റെവല്യൂഷൻ ഡിക്ലൈൻ ചെയ്ത് പോയി. വാട്ടർ ഷോർട്ടേജ് ഒക്കെ വന്നു, അങ്ങനെ അത് ഡിക്ലൈൻ ചെയ്ത് പോയി. മൂന്നാമത് സി പാർട്ട് ആണ് ടാർഗറ്റ് ഗ്രൂപ്പ് ആൻഡ് ഏരിയ സ്പെസിഫിക് അപ്രോച്ചസ്. കുറച്ച് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കുറച്ച് ഏരിയാസിനെ സ്പെസിഫൈ ചെയ്ത് കുറച്ച് അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. 1969 to 1979 10 years ആയിരുന്നു അതിന്റെ ടൈം വന്നത്. ടാർഗറ്റ് ഗ്രൂപ്പ് ആൻഡ് ഏരിയ സ്പെസിഫിക് അപ്രോച്ചസ്. ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് നടത്തിയിരുന്നു. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1969 to 1979-ലാണ് വന്നേക്കുന്നത്. The realization of the 1970 onwards through a number of target group and area-oriented programs. The new initiative was taken to improve the economic conditions and reduce the income disparities in rural areas. Special programs for the benefit of the poorer sections of the society. അപ്പൊ ഡിസ്പാരിറ്റി, അതായത് ഒരു ഭിന്നത അനുഭവപ്പെട്ടപ്പോൾ ഒരു പുതിയ പോളിസി ഇംപ്രൂവ് ചെയ്തതാണ്. 1970 മുതൽ ഇംപ്രൂവ് ചെയ്ത ഒരു പുതിയ പ്രോഗ്രാമാണിത്. അപ്പോൾ ചില ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത്, പുവർ ആയിട്ടുള്ള ചില ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചില ഏരിയാസിനെ ടാർഗറ്റ് ചെയ്ത് ഇനിഷ്യേറ്റീവ് ചെയ്ത് അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ടാർഗറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ് ആൻഡ് ഏരിയ സ്പെസിഫിക് അപ്രോച്ചസ്. രണ്ടും രണ്ടാണ്. ടാർഗറ്റ് ഗ്രൂപ്പ് ഒരു സെറ്റും ഏരിയ സ്പെസിഫിക് അപ്രോച്ചസ് വേറൊരു വിഭാഗവുമാണ്. ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാംസിൽ വരുന്നത് രണ്ടെണ്ണമാണ്. സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാംസിൽ വരുന്ന രണ്ടെണ്ണമാണ്. സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. Target group program includes small farmers development agency and marginal farmers and agriculture laborers development agency. Okay, നമ്മൾ പറഞ്ഞ പോലെ ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാമിൽ വരുന്ന രണ്ട് പ്രോഗ്രാംസ് ആണ് സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. The main objective was to enable the small marginal farmers and agriculture laborers to participate in the process of development and share benefits. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാർജിനലായിട്ട്, അതായത് ഒരു എന്താ പറയാ, ഒരു സൈഡിലേക്ക് മാറിപ്പോയി അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ഫാമേഴ്സിനെ ഒക്കെ കണ്ടുപിടിച്ച് അവർക്ക് എന്ത് ചെയ്യാം, അവരെന്ത് ചെയ്യും, ഡെവലപ്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് അവരിലേക്കും ഷെയർ ആകും. അതായിരുന്നു ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. These programs have been intended to enable the weaker section of society to raise their productivity and income through assistance in terms of capital, physical inputs and technology. That is through the deal of extension, training, marketing and concessional finance. അപ്പോൾ ഇങ്ങനെ പൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഫാമേഴ്സിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ഡെവലപ്പ് ആവും. അവർക്ക് ഫിനാൻഷ്യലി അസിസ്റ്റൻസ് കിട്ടും, ടെക്നോളജിക്കലി അസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ അവരുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരും. അങ്ങനെ അവർക്കും ഡെവലപ്മെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ഡെവലപ്മെന്റിൽ ഷെയർ ആവാനും അവർ ഷെയർ ആക്കാനും കഴിയും. അതാണ് ടാർഗറ്റ് ഏരിയ പ്രോഗ്രാം. അടുത്തത് ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണ്. ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ചില ഏരിയാസിനെ മാത്രം എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാംസ് ആണ്. There are 5 main programs in this category. ഈ കാറ്റഗറിയിൽ മൊത്തം 5 മെയിൻ പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഒന്ന് ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം, DPAP, 1971-ലാണ്.
ഇത് വരുന്നത് ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാംസ് വരുന്നത് 71, 74, 75, 77, 90, 89 ഈ 5 വർഷത്തിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഉള്ളതാണ് ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം. അത് 1971-ലാണ്. ദെൻ സെക്കൻഡ് വൺ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് 1974-ലാണ്. ദെൻ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1975-ലാണ്. ഈ ഡേറ്റ്സ് ഒക്കെ നോക്കി വെക്കുക, ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് മാച്ചിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കാവുന്ന. Then fourth one DSERT program 1977-ലാണ്. ഇന്റഗ്രേറ്റഡ് വേസ്റ്റ്ലാൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 1989-ലാണ്. ഇതെല്ലാം എന്താണ്? ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണ്. മെയിൻ പ്രോഗ്രാംസ്, ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാംസിലെ മെയിൻ 5 പ്രോഗ്രാംസ് ആണ് ഇത്. ഒന്ന് ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം 1971-ല്. ദെൻ സെക്കൻഡ് വൺ കമന്റ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1974-ല്. Third one Hill Area Development Program 1975. Then Desert Development Program 1977. Then Integrated Wastelands Development Program 1989. Okay. The main objective of these programs were to achieve integrated development through optimum utilization of all productive resources of an area. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുക, ഏറ്റവും കുറഞ്ഞ രീതിയിൽ റിസോഴ്സ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക. അതാണ് പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്. This approach contributed heavily in relieving local people from suffering by removing the geographic constraints that they considered. The target group approach were incorporated in this program. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാം വന്നപ്പോ എന്തായി? ആളുകൾക്ക് നല്ല റിലീഫായിന്നാണ് പറയുന്നത്, ലോക്കൽ പീപ്പിൾ നല്ല റിലീഫായിന്നാണ് പറയുന്നത്. പക്ഷെ ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാമിന്റെ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? ഈ ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാമായിട്ട് സഹകരിച്ചിട്ടില്ല. അവര് ഇതിനോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞ് മാറിയേക്കാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാംസും ഏരിയ സ്പെസിഫിക് അപ്രോച്ചസും ആണ്. ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാംസിൽ വരുന്ന 2 പ്രോഗ്രാംസ് ആണ് സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. ദെൻ ഏരിയ ഓറിയന്റഡ് പ്രോഗ്രാമിൽ വരുന്നതാണ് 5 മെയിൻ പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഒന്ന് ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം 1971-ല്. ദെൻ സെക്കൻഡ് വൺ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1974-ല്. ദെൻ തേർഡ് വൺ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1975-ല്. Then Desert Development Program 1977-ല്. Then Integrated Wastelands Development Program 1989-ല്. ഓക്കെ, അപ്പോ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കാണ്. ഫസ്റ്റ് പറഞ്ഞത് മൾട്ടിപർപ്പസ് അപ്രോച്ചസ് ആണ്. ദെൻ പറഞ്ഞത് ടെക്നോളജിക്കൽ അപ്രോച്ചസ് ആണ്. ദെൻ തേർഡ് വൺ പറഞ്ഞത് ടാർഗറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഏരിയ സ്പെസിഫിക് അപ്രോച്ചസ് ആണ്. ഇതിന്റെയൊക്കെ ഇയേഴ്സ് ഓർത്തിരിക്കുക ആൻഡ് മെയിൻ പ്രോഗ്രാംസും ഓർത്തിരിക്കുക. ഓക്കെ, ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കാണ്. താങ്ക് യു.